മൗനരാഗം. രചന, അവതരണം ഋതു. കാലിനടിയിൽ എന്തോ നനവറിഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി കണ്ണു തുറന്നത്. തല വെട്ടിപ്പൊളിയുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് കുറച്ചു സമയം കട്ടിലിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് ഒരു വശത്തായി പതുങ്ങി നിൽക്കുന്ന അപ്പൂസിനെ കണ്ടത്. അവളൊന്ന് പതറി. വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും നായ അവളുടെ പേടി സ്വപ്നമാണ്. താഴെ ഇറങ്ങാതെ അവൾ അനങ്ങാതിരുന്നു. അപ്പൂസ് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് വാലാട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. പേടിക്കണ്ട, അവനൊന്നും ചെയ്യില്ല. ഇഷ്ടായോണ്ട് അടുത്ത് വന്നത്. ലക്ഷ്മിയെ ഇനി എവിടെ വെച്ച് കണ്ടാലും അവൻ തിരിച്ചറിയും. കയ്യിലൊരു കപ്പ് ചായയുമായി അകത്തേക്ക് വന്ന ശ്രീഹരിയെ കണ്ട് അവൻ്റെ കാലിനടിയിൽ മുഖമുരസി അപ്പൂസ് നിന്നു. മുഖം കഴുകി ഈ ചായ കുടിക്ക്. തനിക്ക് തലവേദനയുണ്ടോ? എങ്ങനെ മനസ്സിലായി എന്ന സംശയത്തിൽ അവൾ മുഖമുയർത്തി. ആ കണ്ണ് കണ്ടാൽ അറിയാം. അവൻ കപ്പ് മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് നടന്നു. ശ്രീലക്ഷ്മി ഒരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ശരിയാണ്, കണ്ണ് ചുവന്നിരിക്കുന്നു. കവിൾത്തടമെല്ലാം നീര് വെച്ചതുപോലെ വീങ്ങിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഇന്നലെ രാത്രി കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു. അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞതും കെട്ടിപ്പിടിച്ചതും മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ ഹൃദയം ക്രമാതീതമായി പിടയ്ക്കുന്നത് അവൾ അറിഞ്ഞു. ലക്ഷ്മി, പെട്ടെന്ന് വാ, കഴിക്കാം. പുറത്തുനിന്ന് ശ്രീഹരി വിളിച്ചു പറഞ്ഞു. ലച്ചുന്ന് വിളിച്ച് പിടച്ചിലോടെ ഓടി വന്നപ്പോൾ മുഖത്ത് നിറഞ്ഞ വേദന മായാതെ മനസ്സിലുണ്ട്. എന്തിനാ പെട്ടെന്നങ്ങനെ വിളിച്ചതാവോ? അവൾ കൂടുതൽ ആലോചിക്കാതെ പുറത്തേക്ക് വന്നു. അവൻ അപ്പോഴേക്കും ഫുഡൊക്കെ മേശയിൽ നിരത്തിയിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി, സോറി, അവൾ അല്പം നാണക്കേടോടെ പറഞ്ഞു. അതിനെന്താ? അവളുടെ പ്ലേറ്റിലേക്ക് 2 ദോശ എടുത്തു വെക്കുമ്പോൾ അവൻ സംശയിച്ചു. അതല്ല, ഇതൊക്കെ ഉണ്ടാക്കാൻ. ഓ, അതാണോ? അമ്മ ഉണ്ടായിരുന്നപ്പോൾ മിക്കവാറും ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറുക. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആളും കൂടും. അതൊക്കെ ഇവിടെ പതിവാ. ഞാൻ നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കാം. അതല്ലെങ്കിലും വേണം, തനിക്ക് കോളേജിൽ പോണ്ടേ? അപ്പോഴാണ് അവൾ അക്കാര്യം ഓർത്തത്. അച്ചുവിനെ കാണേണ്ടി വരുമെന്നോർത്ത് വല്ലാത്തൊരു അസ്വസ്ഥത. എന്താടോ പെട്ടെന്ന് മുഖം വാടിയത്? അവൻ്റെ കണ്ണ് അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. ഒന്നുമില്ല. ഞാൻ ഇന്നലെ ചോദിച്ച കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ? അവൻ പെട്ടെന്ന് ചോദിച്ചു. ചായ ഒരിറക്ക് കുടിച്ചതേയുള്ളൂ. ആ ചോദ്യം കേട്ട് നെരുപ്പിൽ കയറി. അവൾ ശക്തിയായി ചുമച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. ശ്രദ്ധിച്ച് കഴിക്കണ്ട ലക്ഷ്മി. അവൾ വല്ലായ്മയോടെ മുഖം കുനിച്ചു. ഞാൻ പറഞ്ഞതാലോചിച്ച് ഇനിയൊന്നും കഴിക്കാതിരിക്കണ്ട. അവൻ പിന്നെ ഒന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ശ്രീലക്ഷ്മിക്ക് ആകെ ഒരു പരവേശം. ലക്ഷ്മി, ഇവിടെ സാധനങ്ങളൊക്കെ കുറവാ. ടൗണിൽ പോകണം. പിന്നെ ക്ലബിൽ കൂടി കയറണം. 2 ദിവസമായി അങ്ങോട്ട് പോയതേയില്ല. പരിപാടിയൊക്കെ ആവാറായി. പെട്ടെന്ന് റെഡിയാവ്. നമുക്ക് പോയിട്ട് വരാം. കുളിച്ച് മാറ്റിയ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴാണവൻ അത് പറഞ്ഞത്. അത് ഞാൻ വരണോ? ഇവിടെ നിന്നാൽ പോരെ? അവൾക്കാകെ വെപ്രാളമായി. ഒരുമിച്ച് പോകുന്നത് എല്ലാവരും കാണില്ലേ? പിന്നത് ശ്രീയേട്ടന് തന്നാവും ബുദ്ധിമുട്ട്. അവൾ ഓർത്തു. അത് നടക്കില്ല. തിരിച്ചെത്താൻ വൈകും. ഇന്നിനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. പുറത്തുനിന്ന് കഴിക്കാം. പെട്ടെന്ന് മാറ്റ്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ മെഷീനിൽ ചാരി നിന്നു. ലക്ഷ്മി. അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾ പിന്നെ കൂടുതലൊന്നും ഓർക്കാതെ ഡ്രസ്സ് മാറ്റാനായി റൂമിലേക്ക് നടന്നു. കറുത്ത നിറത്തിലുള്ള ഒരു സിമ്പിൾ അനാർക്കലിയാണ് അവൾ ഉടുത്തത്. നീണ്ട മുടി വിടർത്തിയിട്ടു. ഒരു പൊട്ടുകൂടി വെച്ച് കണ്ണാടി പോലും നോക്കാതെ പുറത്തേക്കിറങ്ങി. മടിയോടെ ശ്രീഹരിയുടെ മുറി തുറക്കുന്നത് നോക്കി നിന്നു. ഡോർ തുറന്നു വന്ന ശ്രീഹരി ഒരു നിമിഷം നോക്കി നിന്നു. അവളും അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എന്നത്തെയും പോലെ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും. എപ്പോഴും ഇത് തന്നെയാണാവോ വേഷം? ഇനി കളറോട് വല്ല അലർജിയും കാണുമോ എന്തോ? അവളുടെ പിറുപിറുക്കൽ കണ്ടവൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വാച്ചിൻ്റെ സ്ട്രാപ്പ് നേരെയാക്കി. എന്താ? അവൾ ഒന്നുമില്ലെന്ന് ചുമൽ കുലുക്കി. വാ. അവൻ ബുള്ളറ്റിൻ്റെ കീയെടുത്ത് കറക്കി. വാതിലടച്ച് പുറത്തേക്കിറങ്ങി. അവൾ അല്പം വിമ്മിഷ്ടത്തോടെ ബുള്ളറ്റിന് മുന്നിൽ നിന്നു. ഇതുവരെ ഇങ്ങനൊരു ശകടത്തിൽ കയറിയിട്ടില്ല.
ആ പേടി വേറെ. മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്യും. നഖം കടിച്ചു കൊണ്ടവൾ ശ്രീഹരിയെ നോക്കി. എന്താ കയറുന്നില്ലേ? അവൻ പുരികമുയർത്തി. ഞാൻ വരണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? ലച്ചു, മര്യാദയ്ക്ക് കയറിയേ, കുറേ പണിയുണ്ട്. പറയുന്നതിനോടൊപ്പം മുഖം മാറി വന്നു. അവൾ കൂടുതൽ വാദിക്കാതെ അതിലേന്തി വലിഞ്ഞു കയറി. മുറുക്ക പിടിക്ക്, ഇനി വീണ് നാളെ കോളേജിൽ പോക്ക് മുടക്കണ്ട. ശ്രീലക്ഷ്മി അവനിൽ നിന്ന് അല്പം മാറിയിരുന്നു. എവിടെ പിടിക്കുമെന്നറിയാതെ സൈഡിലൊക്കെ നോക്കി. മിററിലൂടെ ഇതൊക്കെ കണ്ട് ശ്രീഹരിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. സീറ്റിലമർന്ന അവളുടെ കൈയെടുത്ത് തൻ്റെ ഷോൾഡറിലായി വെച്ചുകൊണ്ടവൻ മീശ പിരിച്ചു. ചാട്ടുളി പോലെ എന്തോ ഉടലിലൂടെ കടന്നുപോയി. വിറച്ചുകൊണ്ട് കണ്ണിറുക്കി അടച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും വണ്ടി നീങ്ങാത്തത് കണ്ട് അവൾ കണ്ണു തുറന്നു. 2 കൈയും കെട്ടി ഗ്ലാസ്സിലൂടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീഹരി. അവളൊന്നും മിണ്ടാതെ തലകുനിച്ചു. ചങ്കിലെ പിടപ്പ് കൈയിലൂടെ കടന്ന് അവൻ്റെ നെഞ്ചിൽ തറച്ചു. കഴിഞ്ഞു ലച്ചു, പേടിയും വിറയിലും. ആ വിളി കേട്ടവൾ അമ്പരപ്പോടെ മുഖമുയർത്തി. ലക്ഷ്മി ലച്ചുവായിരിക്കുന്നു. എന്താ അങ്ങനെ? നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ തലയാട്ടി. ഘനഗാംഭീര്യത്തോടെ അവൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചീറിപ്പാഞ്ഞു. ബുള്ളറ്റിൻ്റെ ശബ്ദത്തോടൊപ്പം ഉയരുന്നത് തൻ്റെ ഹൃദയമിടിപ്പ് കൂടിയാണെന്ന് അവൾക്ക് തോന്നി. ശ്രീലക്ഷ്മിയുടെ വലത് കൈ അവൻ്റെ ഷോൾഡറിലാണെങ്കിൽ പോകെ പോകെ ഇടത് കൈവിരലുകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൽ ചുറഞ്ഞു പിടിച്ചു. അതവൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ശ്രീഹരിയുടെ ചുണ്ടിൽ വല്ലപ്പോഴും മാത്രം വിരിയുന്ന പുഞ്ചിരി നിറഞ്ഞു നിന്നു. വഴിയിലൂടെ പോകുന്നവരും ശ്രീഹരിയെ പരിചയമുള്ളവരുമെല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുന്നത് അസ്വസ്ഥതയോടെ അവൾ കണ്ടു. അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. ടൗണിലെത്തിയതും അവൻ്റെ വണ്ടി നേരെ പോകുന്ന സ്ഥലം കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. ഷോൾഡറിലെ പിടുത്തം മുറുകി. ബുള്ളറ്റിൻ്റെ ശബ്ദം മറ്റെല്ലാറ്റിനെയും കീറിമുറിച്ചുകൊണ്ട് അവിടെ നിറഞ്ഞു. ഒരുത്തർ പോലും വിടാതെ എല്ലാവരും അവരെ നോക്കി നിന്നു. ചിലർ അവരോട് പരിചയഭാവത്തിൽ ചിരിച്ചു. മറ്റു ചിലർ മുഖം തിരിച്ചു. ഇറങ്ങടോ. വണ്ടി നിർത്തിയിട്ടും ഭയത്തോടെ ചുറ്റും നോക്കുന്ന ശ്രീലക്ഷ്മിയെ തട്ടി വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മാർക്കറ്റിലെ റോഡരികിൽ നിർത്തിയിട്ട ലോറികളിൽ നിന്ന് അസ്വസ്ഥതയുളവാക്കുന്ന നോട്ടങ്ങൾ പാളി വീണപ്പോൾ ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു. എന്താ, പേടിയുണ്ടോ? പേടിയല്ല, എന്തോ പോലെ. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. താൻ ഇറങ്ങ്. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ശ്രീലക്ഷ്മിക്ക് ഉള്ളിലുള്ള ഭയം മറച്ചു വെക്കാനായില്ല. അതവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്നു. അവൾ പതിയെ വണ്ടിയിൽ നിന്നിറങ്ങി. ശ്രീഹരി കീയെടുത്ത് മുണ്ട് മാടിക്കുത്തി മുന്നോട്ട് നടന്നു. ശ്രീലക്ഷ്മിയുടെ കൈ ഒരു ഉറപ്പോടെ അവൻ കോർത്തു പിടിച്ചു. തലയുയർത്തി നടക്കണം ലച്ചു, അവൻ ഓർമ്മിപ്പിച്ചു. ലോഡ്ജിന് മുകളിലേക്കുള്ള ഗോവണിപ്പടി കയറുമ്പോൾ ഒരു ദിവസം മുമ്പ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഒരു നാടകത്തിലെന്ന പോലെ തെളിഞ്ഞു വന്നു. അപ്പോഴാണ് വേഗത്തിൽ ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നത്. എന്തൊക്കെയോ ആലോചനയിലായിരുന്ന ശ്രീലക്ഷ്മി അത് കണ്ടില്ല. അയാളുടെ കൈ തട്ടി സ്റ്റെപ്പിൽ നിന്ന് കാലിടറി. ഞെട്ടിപ്പോയ അവൾ പിറകോട്ട് വീഴാനാഞ്ഞു. ശ്രീഹരി അവളുടെ കൈയിലെ പിടിമുറുക്കി മുന്നോട്ട് വലിച്ചു. ഇടുപ്പിലായി കൈ ചേർത്ത് അവളെ ഒന്ന് ഉയർത്തി ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ഭയന്നുപോയവൾ അവനെ ഇറുകെ പുണർന്നു. ശ്രദ്ധിക്കേണ്ട ലച്ചു, വീണു പോയിരുന്നെങ്കിലോ? പുറം ഷർട്ടിൽ കൈകൾ ഇറുക്കിക്കൊണ്ടവൾ ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ചുണ്ട് അവളുടെ ചെവിയിലായി പതിഞ്ഞുകൊണ്ടിരുന്നു. കഴുത്തിടുക്കിലെ സ്വർണ്ണരോമങ്ങളിൽ പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികൾ ഒരു വേള നോക്കി നിന്നു. ഏതോ തോന്നലിൽ ചൂണ്ടുവിരൽ കൊണ്ട് അതവൻ തുടച്ചു നീക്കി. ശ്രീലക്ഷ്മി കണ്ണുകൾ വലിച്ചു തുറന്നു. ഉടലാകെ ഒരു കുളിരൊഴുകിയ പോലെ. പെട്ടെന്നവൾ സ്വബോധത്തിലേക്ക് വന്ന് ചുറ്റും നോക്കി. താനിപ്പോൾ അവൻ്റെ നെഞ്ചിലാണെന്നും കാരിരുമ്പ് പോലുള്ള കൈകൾ തൻ്റെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണെന്നും തിരിച്ചറിഞ്ഞ അവൾ ഞെട്ടലോടെ പുറകോട്ട് മാറാൻ കുതറി. എന്നാൽ അവൻ്റെ കൈകളിലെ മുറുക്കം കൂടിയതേയുള്ളൂ. അവൾ ദയനീയമായൊന്നു നോക്കി. ഇനി വീഴാതെ നടക്കൂ. അവൾ മൂളിക്കൊണ്ട് തലയാട്ടി. ഇടുപ്പിലുള്ള മുറുക്കം അയഞ്ഞു. എന്നാൽ കൈകളിലെ പിടുത്തം വിട്ടിരുന്നില്ല. സ്റ്റെപ്പുകൾ കയറി അവർ റൂമിൻ്റെ മുന്നിലെത്തി. താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറിയ അവൻ മേശയിലെ വലിപ്പിനുള്ളിൽ അടുക്കി വെച്ചിരുന്ന കുറച്ച് ഫയലുകളും കടലാസുകളും കയ്യിലെടുത്തു.
ശ്രീലക്ഷ്മി ആ മുറി മുഴുവൻ ഒന്ന് നോക്കി. പലതും മനസ്സിലേക്ക് ഓടിയെത്തി. ആഹാ, അപ്പോൾ ഇതാണല്ലേ ആള്, എല്ലാവരും പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് നേരിൽ കാണാൻ പറ്റിയില്ല. കൊള്ളാട്ടോ. പുറകിൽ ഒരു നിഴലനക്കവും ശബ്ദവും കേട്ടാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത്. ഒരു കൈലി മാത്രം ഉടുത്ത് വാതിൽപ്പടിയിൽ കൈ ചേർത്ത് ഒരാൾ നിൽക്കുന്നു. 10-40 വയസ്സ് പ്രായം പറയും. ഇടയ്ക്കിടെ രോമാവൃതമായ നെഞ്ചിലൂടെ കൈവിരലുകൾ അലയുന്നുണ്ട്. ചുണ്ടിൽ ഇറുക്കി പിടിച്ച ചുരുട്ട്. കണ്ണുകളെല്ലാം ചുവന്നിരിക്കുന്നു. അയാളുടെ കണ്ണ് ശ്രീലക്ഷ്മിയിൽ തന്നെയായിരുന്നു. ആ നോട്ടം അവളെ അലോസരപ്പെടുത്തി. ശ്രീഹരിയുടെ പുറകിലേക്ക് മാറി നിന്ന് അവൻ്റെ ഷർട്ടിലായി തിരുത്തു പിടിച്ചു. തിരിഞ്ഞു നോക്കി അവൻ കണ്ണിറുക്കി. എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? ആളെ കണ്ടിട്ട് അധികം ഓടിയിട്ടില്ല എന്ന് തോന്നുന്നല്ലോടാ. അത് കേട്ടതും ശ്രീലക്ഷ്മി അവൻ്റെ പുറത്തായി തല ചേർത്ത് വെച്ചു. ശ്രീഹരി ശ്വാസം ആഞ്ഞു വലിച്ചു. നമുക്ക് പോവാം. ഇടർച്ചയോടെയുള്ള ശബ്ദം ഉയർന്നപ്പോൾ അവൻ മുഷ്ടി ചുരുട്ടി. ഒന്നുമില്ലടാ, നമുക്ക് പോവാം. അതെന്താ ഹരി അവൾ മാറി നിൽക്കുന്നേ? വിമൽ പറഞ്ഞു നല്ല ഒന്നാം തരം ചരക്കാന്ന്. ആര് കണ്ടാലും ഒന്ന് കൊതിക്കുന്നു. എനിക്ക് കൂടി കാണിച്ചു തടാ. രാത്രി കുടിച്ച വാറ്റുചാരായത്തിൻ്റെ കെട്ട് മുഴുവൻ വിടാതെ അയാൾ പലതും പുലമ്പിക്കൊണ്ടിരുന്നു. നല്ല ബോധത്തിൽ അയാൾ ശ്രീഹരിയുടെ മുന്നിൽ നിൽക്കാറ് പോലുമില്ല. ഇതിപ്പോൾ രാവിലെ വലിച്ചു കയറ്റിയ കഞ്ചാവും കൂടിയുണ്ട്. തെങ്കാശിയിലേക്ക് ആഴ്ചയിൽ ഓടും കൊണ്ടുപോകുന്ന മണിയനും മുന്നിൽ നിൽക്കുന്നവനെ ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു.